വിദ്യാർത്ഥികൾക്കും പുതിയതിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ടിന്റെ പാസ് മാർക്ക് എത്രയാണ്, ഡബിൾ പാസ് വാങ്ങാൻ എത്ര വേണം എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായി നടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് +1 പരീക്ഷാഫലം പുറത്തുവിട്ടു. അപ്പോൾ ഇതിൻ്റെ പാസ് മാർക്ക് എത്രയാണ്, അതുപോലെ തന്നെ ഡബിൾ പാസ് കിട്ടാൻ എത്ര മാർക്ക് വേണം, എങ്ങനെ മനസ്സിലായി? ഇപ്പം +2 റിസൾട്ടാണ് നിങ്ങളുടെ പാസ് അല്ലെങ്കിൽ ഓർ ഫെയിൽ എന്നൊരു സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. +1 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്കല്ലാതെ അവിടെ ആ വിഷയത്തിന് പാസ്സാണോ അല്ലെങ്കിൽ ഞാൻ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊന്നും +1 നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, നമ്മൾ പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്ന്. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? പാസ് മാർക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടോ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് രണ്ട് തരത്തിൽപ്പെട്ട രീതിയിലുള്ള എക്സാമാണ് നടക്കുന്നത്. ഒന്ന് 80 മാർക്കിൻ്റെ എക്സാം, അതേപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാം. ഈ രണ്ട് പാറ്റേണിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കുക. ഇപ്പം 80 മാർക്കിൻ്റെ എക്സാം നടക്കുന്നുണ്ട്, അതേപോലെ ഒരു കുട്ടിക്ക് 60 മാർക്കിൻ്റെ എക്സാം നടത്തുന്നുണ്ട്. അപ്പം ഈ 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 24 മാർക്ക് എഴുതിയെടുക്കുമ്പം ടി മാർക്ക്, ടെസ്റ്റ് എക്സാം മാർക്കാണത്. സി മാർക്ക് ഇതിൽ പെടില്ല. സി മാർക്കൊക്കെ കൂട്ടി 24 വന്നാൽ പോരാ. ആ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 24 മാർക്ക് എഴുതിയെടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ് ആ എക്സാം ക്വാളിഫൈഡ് ആകുന്നത്, ആ പരീക്ഷ ജയിക്കുന്നത്. സി മാർക്കല്ല, സി മാർക്ക് ഇവിടെ കൂട്ടുകയേ വേണ്ട. 80 മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ 24 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിയാണ് എന്ത് ചെയ്യുക, ആ വിഷയത്തിന് പാസ്സാകുക. അതേപോലെ തന്നെ 60 മാർക്കിൻ്റെ എക്സാമിൽ എന്ത് ചെയ്യണം, 18 മാർക്ക് കിട്ടണം. ഈ 60 മാർക്കിൻ്റെ എക്സാമിൽ ഇവിടെയും സി മാർക്ക് നിങ്ങൾ നോക്കരുത്. സി മാർക്കും കൂടെ കൂട്ടി 18 കിട്ടിയാൽ പോരാ. സി മാർക്ക് നോക്കാതെ, സി മാർക്ക് അല്ലാതെ തന്നെ നിങ്ങൾ എഴുതിയെടുത്ത എക്സാമിൽ 60 മാർക്കിൻ്റെ പരീക്ഷയാണ്, അതിൽ 18 മാർക്ക് കിട്ടിയാലാണ് ആ കുട്ടി ആ വിഷയത്തിൽ പാസ്സാകുക. 18 കിട്ടാത്തൊരു ഫെയിലാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. ഇനി ഡബിൾ പാസിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്? ഡബിൾ പാസ് എന്ന് പറഞ്ഞാൽ +1 ഡബിൾ പാസ് എടുത്താൽ, അല്ലെങ്കിൽ നിങ്ങൾ +2 കൂടി മാർക്ക് +1 ഏൺ ചെയ്ത് കഴിഞ്ഞാൽ +2 തോൽക്കില്ല. സത്യമാണ്. 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ഒരു കുട്ടിക്ക് +1 ജയിക്കാൻ വേണ്ടത്. ആ 80 മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി 24 + 24 48 മാർക്ക് ആ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി എന്ത് ചെയ്തു? +1 ജയിച്ചു, +2 ജയിച്ചു. മനസ്സിലായോ? 80 മാർക്കിൻ്റെ പരീക്ഷ, അതിൽ 24 +1 ജയിക്കാൻ ആ വിദ്യാർത്ഥി എടുത്തു. അതേപോലെ +2 24 എടുത്താലേ ആ കുട്ടി ജയിക്കുകയുള്ളൂ. പകരം ആ കുട്ടി എന്ത് ചെയ്തു? +1 24 എടുത്തതിനൊപ്പം തന്നെ വീണ്ടും ഒരു 24 കൂടി, 80 മാർക്കിൻ്റെ എക്സാമിൽ 24 + 24 +2 താൻ എഴുതിയെടുക്കേണ്ട മാർക്കും കൂടി എന്ത് ചെയ്തു? +1 എഴുതിയെടുത്തു. 48 മാർക്ക് കിട്ടി. ആ വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിക്കും? ആ വിദ്യാർത്ഥി +2 പാസ്സായി. ആ വിഷയത്തിൽ +2 പാസ്സായി. +2 ഇനി ആ വിദ്യാർത്ഥിക്ക് 24 മാർക്ക് കിട്ടിയില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ 1 മാർക്കേ കിട്ടിയുള്ളെങ്കിൽ പോലും ആ കുട്ടി പാസ്സാവും. കാരണം ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? +2 എടുക്കേണ്ട മാർക്കും കൂടി +1 എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ സ്ട്രാറ്റജി വരുന്നത്. ഇനി അതേപോലെ 60 മാർക്കിൻ്റെ എക്സാമിൽ 18 മാർക്കാണ് ഒരു കുട്ടിക്ക് ജയിക്കാൻ വേണ്ടത്. അതേസമയം ആ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും ഒരു 18 എടുത്തു. ഈ 18 മാർക്ക് ജയിക്കാൻ വേണ്ടിയെടുത്ത് വീണ്ടും ആ കുട്ടി ഒരു 18 എടുത്തു കഴിഞ്ഞാൽ അവിടെ 36 മാർക്കായി. അപ്പം +1 എത്രയാണ് വേണ്ടത്? 18. +2 എത്രയാണ് വേണ്ടത്? 18. അപ്പം ആ +1 18 ആ കുട്ടി എടുക്കുന്നതിനൊപ്പം തന്നെ +2 18 കൂടി, +2 എടുക്കേണ്ട 18 കൂടി +1 ആ വിദ്യാർത്ഥി എടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ആ വിഷയത്തിന് പാസ്സായി, +2 അടക്കം പാസ്സായി. ഇനി ആ പരീക്ഷ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഇനി ആ പരീക്ഷയ്ക്ക് 1 മാർക്കേ കിട്ടിയുള്ളൂ, ഇനി ആ വിദ്യാർത്ഥി പാസ്സാണ്. കാരണം +2 എടുക്കേണ്ട മാർക്കും കൂടി ആ കുട്ടി +1 എടുത്തിട്ടുണ്ട്.
ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർ വീഡിയോ ഒന്നും കൂടെ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.